ന്യൂസിലൻഡിനെതിരായ ആദ്യ ഏകദിനത്തിലേക്കുള്ള വാർത്തയാണ് ഹൈദരാബാദിലേക്ക്. അവിടെ തകർത്തടിക്കുന്നു ഇന്ത്യ. തകർത്തടിച്ച് ഗില്ല് ന്യൂസിലൻഡിനെതിരെയും സെഞ്ചുറി എന്ന വാർത്ത. ഇന്ത്യ 30 ഓവറിൽ 4-ന് 185 റൺസ് എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ എബി ജോൺ തോമസ് ഉണ്ട്. എബി, എങ്ങനെയാണ് ഈ മത്സരം അങ്ങോട്ട് പുരോഗമിക്കുന്നത്? ഇന്ത്യ തകർത്തടിക്കുകയാണോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഫിറോസ്, ഇന്ത്യയുടെ ബാറ്റിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ല് ഇരട്ട സെഞ്ചുറി നേടി എന്നുള്ള വാർത്തയാണ്. 145 പന്തിൽ 208 റൺസ് നേടി ഗില്ല് പുറത്താവുകയായിരുന്നു. ഇന്ത്യയുടെ സ്കോർ 349 റൺസിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചിരിക്കുകയാണ്. 350 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ന്യൂസിലാൻഡിന് മുന്നിൽ ഇന്ത്യ വെച്ചിരിക്കുന്നത്. തകർത്തടിച്ച ഗില്ലിൻ്റെ ആ ഒരു പ്രകടനത്തോട് തന്നെയാണ് ഇന്ത്യ ഈ ഒരു വലിയ സ്കോർ നേടാനായത്. റെക്കോർഡിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഇന്ത്യയിലെ 5ാമത്തെ താരമെന്ന റെക്കോർഡാണ് ശുഭ്മാൻ ഗില്ല് നേടിയിരിക്കുന്നത്. നേരത്തെ സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യത്തെ ഇരട്ട സെഞ്ചുറി നേടി. അതിനുശേഷം സെവാഗ്, രോഹിത് ശർമ്മ, ഒപ്പം ഇഷാൻ കിഷൻ കഴിഞ്ഞിടയ്ക്ക് ഇരട്ട സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ശുഭ്മാൻ ഗില്ല് ഇരട്ട സെഞ്ചുറി എന്ന ആ ഒരു മാന്ത്രിക നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ബാറ്റിംഗ് വിരുന്ന് തന്നെയാണ് ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടക്കം മുതൽ തന്നെ അടിച്ചു കയറിയ ആ ഒരു ഗില്ലിന്റെ പ്രകടനം, അവസാന ഓവർ വരെ ഗില്ല് പോരാടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 49ാമത്തെ ഓവർ എറിഞ്ഞ ഫെർഗൂസന്റെ ആദ്യത്തെ 3 ബോളുകളും സിക്സർ പറത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഗില്ല് തന്റെ ആ ഒരു മികച്ച നേട്ടം, ഇരട്ട സെഞ്ചുറി എന്ന ആ ഒരു നേട്ടത്തിലേക്ക് പറന്നിറങ്ങിയതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഗംഭീരമായ ഒരു ഇന്നിങ്സ് തന്നെ. ആ ഇന്നിങ്സ് അവസാനിക്കുന്നതും ഒരു ലൂസ് ഷോട്ടിലൂടെ അവസാനിച്ചെങ്കിൽ പോലും എല്ലാവരുടെയും അനുമോദനത്തിന് പാത്രമായി തന്നെയാണ് ഗില്ല് കളം വിട്ടത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആദ്യമേ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ബാറ്റിംഗ് നിരയുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ ഓപ്പണിംഗ് വിക്കറ്റിൽ ഇറങ്ങിയ രോഹിത് ശർമ്മയും ഒപ്പം ശുഭ്മാൻ ഗില്ലും മികച്ച ഒരു തുടക്കം നൽകി. അതിനുശേഷം 32 റൺസ് എത്തി നിൽക്കുമ്പോൾ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമാകുന്നു. തുടർന്ന് വിരാട് കോഹ്ലി വന്നെങ്കിലും വളരെ വേഗം തന്നെ പുറത്താകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ശുഭ്മാൻ ഗില്ല് ഒരറ്റത്ത് കാലിടറാതെ പിടിച്ചു എന്ന് നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് തുടരുന്ന ഒരു സാഹചര്യം. 31ാമത്തെ ഓവറിൽ തന്നെ ഇന്ത്യ 200 റൺസ് എന്ന ആ ഒരു നമ്പറിലേക്ക് 200 റൺസ് പിന്നിടുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു തരത്തിൽ പോലും ബൗളർമാർക്ക് ഒരു വിശ്രമവും നൽകാതെ, ഫീൽഡർമാർക്ക് ഒരു തരത്തിലുള്ള വിശ്രമവും നൽകാതെ ഗില്ലിന്റെ ബാറ്റിൽ നിന്ന് പന്ത് തലങ്ങും വിലങ്ങും പായുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും അവസാന ഓവറിൽ ഗില്ലി പുറത്താകുമ്പോൾ തൻ്റെ വ്യക്തിഗതമായിട്ടുള്ള നേട്ടം ഏറ്റവും മികച്ച ഒരു നേട്ടത്തിലേക്ക് തന്നെ എത്തിച്ചുകൊണ്ട് തന്നെയാണ് വ്യക്തിഗത സ്കോർ 208 എന്ന ആ ഒരു മാന്ത്രിക നമ്പറിലേക്ക് ഗില്ലിന് എത്തിക്കാൻ കഴിഞ്ഞു. ഇരട്ട സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരമായി ശുഭ്മാൻ ഗിൽ. അതെ, ശുഭ്മാൻ ഇന്ത്യയുടെ ശുഭ മനുഷ്യനായിരിക്കുന്നു. ഹൈദരാബാദിൽ ശ്രീലങ്കയെ 3 ഏകദിനങ്ങളുള്ള പരമ്പരയിൽ 3ലും തകർത്തെറിഞ്ഞുകൊണ്ട് വിജയിച്ച ഇന്ത്യ ഇപ്പോൾ ന്യൂസിലൻഡിനെതിരെ ആദ്യ മത്സരത്തിൽ ഗംഭീര സ്കോറിലേക്ക് എത്തുന്നു. 145 പന്തിൽ ഇരട്ട സെഞ്ചുറി തികച്ച് ശുഭ്മാൻ ഗിൽ തൻ്റെ ശുഭദിനമാണ് ഇന്ന് എന്ന് തെളിയിക്കുന്നു. 145 പന്തിൽ നിന്നാണ് ഇരട്ട സെഞ്ചുറി നേടി ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരമായി ശുഭ്മാൻ ഗിൽ മാറിയിരിക്കുന്നത്. എബി ജോൺ തോമസ് ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശകലനം ചെയ്തത്.